ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൂടെ ഉണ്ടാവും. ഇനി യുദ്ധത്തിനായാലും സമാധാനത്തിനായാലും പണത്തിനായാലും ആയുധബലത്തിനായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. ഇതൊരു മുസൽമാന്റെ വാക്കാ. തല പോയാലും അത് മാറില്ല. സത്യമേ, സത്യമേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഇനി അതാണോ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ മോളെ, എന്താ അറിഞ്ഞെന്ന് വെച്ച്? അപ്പൊ അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. എന്താ അത് പിന്നെ എന്താ മോളെ നൂറെ, എന്താ ഉണ്ടായത്? TV ന്യൂസിലേക്ക് കാണിക്കുന്നുണ്ട്. ഓ, ഇവിടെ TV ഇല്ലല്ലോ, അതാ നിങ്ങൾ അറിയാഞ്ഞത്. എന്താ കാര്യം പറഞ്ഞേ? അത് പിന്നെ വിഷ്ണുവേട്ടൻ ഓടിച്ചിരുന്ന ലോറിക്കകത്തുനിന്ന് സ്പിരിറ്റ് പിടിച്ചത്രേ. വിഷ്ണുവേട്ടൻ പോലീസിനെ വെട്ടിച്ച് ഓടുന്നതിന്റെ വിഷ്വൽസാ ചാനൽ മുഴുവൻ കാണിക്കുന്നേ. കൂടെയുള്ള കമലിനെ അറസ്റ്റ് ചെയ്തു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണോ! ലോറിയിൽ സ്പിരിറ്റ് കടത്തിയെന്നോ? മോളെ, അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. സത്യമേ, ന്യൂസില്. ഞാൻ വിശ്വസിക്കില്ല. എന്റെ മകൻ വിഷ്ണു അങ്ങനൊന്നും ചെയ്യില്ല. ഇത് ചതിയാ. ആരോ വെച്ച കെണിയാ. അതിലും വീണുപോയതാ. വിഷ്ണുവേട്ടനെ അറിയാവുന്നവർക്കെല്ലാം അത് അറിയാച്ചാ. പക്ഷേ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണുവേട്ടനെ സേഫ് ആക്കുക എന്നതാ. ഞാൻ ആ ദാസൻ എന്ന് വിളിച്ചു നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അയാള് ചെയ്തു തരേണ്ടതാ. ഞാനത് നോക്കട്ടെ. എന്നാലും അവനിങ്ങനെ ഒരു ചതിപ്പെടാം. ശത്രുക്കളാ, ചുറ്റും ശത്രുക്കളാ. അയാൾ എടുക്കുന്നില്ല. എടുക്കില്ല പാമേ, എടുക്കില്ല. ഇത് എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. മനഃപൂർവ്വേ നമ്മുടെ വിഷ്ണുവിനെ കൊടുക്കാനുള്ള കെണിയാ. സമയദോഷം. വരാനുള്ളതെല്ലാം വന്നു ചേരും. ഓ, അനുഭവിക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഈ പണി വേണ്ട, ഇതൊരു അപകടം പിടിച്ച പണിയാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അതൊന്നും അവൻ കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ വരുന്നത് അനുഭവിക്കട്ടെ. അല്ലാതെ ആദ്യ കയറി ചാവാനൊന്നും എനിക്ക് വയ്യ. മോളെ, അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. വിവരം അറിഞ്ഞപ്പോഴും ഞാൻ വിളിച്ചതാ സത്യമേ. സ്വിച്ച് ഓഫാ. ഇത്രയും വലിയ കുഴപ്പത്തിൽ ചാടിയെങ്കിൽ വിഷ്ണുട്ടൻ ഒരിക്കലും മൊബൈൽ ഓണാക്കി വെക്കില്ലല്ലോ. കിട്ടുന്നില്ല. ദൈവമേ, എന്റെ ഭഗവാനെ, എന്റെ കൊച്ചിനൊരാപത്തും വരുത്താതെ കാത്തോളണേ. വിഷ്ണു, 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 വിഷ്ണു. വേറെ ആരുമില്ല. ഈ സ്ഥലം അത്ര പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഇതിനകത്ത് നിന്ന് നിന്നെ ആർക്കും കൊണ്ടുപോകാനും പറ്റില്ല. ചുറ്റും നമ്മുടെ ആൾക്കാരാ. എന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ചിന്തകളോ ആവലാതികളോ ഒന്നും ഇല്ല സുബീർക്ക. വീട്ടില് അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ആദ്യ പിടിക്കുന്നതും അച്ഛൻ തന്നെയായിരിക്കും. അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം വേണ്ടതുപോലെ ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നതുവരെ ഇവിടെ ഇങ്ങനെ കഴിയുക തന്നെ വേണം. ശാലിനിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന അവള് തന്നെയാ. കമലം പറഞ്ഞത് തന്നെയാണ് ശരി. ഈ കെണി നിനക്കായിട്ട് ഒരുക്കിയതല്ല. നിന്നിലൂടെ അവർ വീഴ്ത്തിയത് ശാലിനി മേഡത്തിനെ തന്നെയാ. അവൻ പിടികൊടുത്തതും നന്നായി. നിന്നെയാണ് അവിടെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കും കിട്ടിയെന്നെ പണി. അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങാനാവാത്ത വിധം നിന്നെ അവര് പൂട്ടിയനെ. അല്ലേക്ക, കമലിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന്. ആ കാര്യവും വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികളും നോക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് നമ്മുടെ ലോറിയിൽ ഇത് വെച്ചത് ആരാണെന്നാ. നമ്മുടെ നീക്കങ്ങളെല്ലാം ശരിക്കും അറിയുന്ന ആരോ ഒരാൾ. അതാരാണെന്നറിയണം.
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് ഉറപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തങ്കച്ചനാണോ? സംശയം അവനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു യൂണിയൻ നേതാവിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതുപോലൊരു തറവേല കാണിക്കാൻ അവൻ തയ്യാറാവോ? അവനല്ലെങ്കിൽ അവൻ്റെ കൂട്ടാളികളാരോ. അവൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചവനും വഴിയില്ലേ? നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോർത്തി കൊടുക്കാൻ നമ്മുടെ ഇടയിൽ അവൻ്റെ ചാരന്മാരുണ്ട്. അതുകൊണ്ടാ 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ ഈ വഴിക്ക് വന്നത്. എനിക്കറിയാം നിന്നെ കിട്ടാൻ വേണ്ടി അവരെന്നെ വാച്ച് ചെയ്യുമെന്ന്. തങ്കച്ചനെ സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ചു ദിവസം മുമ്പ് അവൻ എന്നോട് ഇക്കറിയാതെ ലോറിയിൽ സ്പിരിറ്റ് കടത്താൻ കൂടുമോ എന്ന് ചോദിച്ചതാ. ഞാൻ ഒഴിവാക്കിയതിൻ്റെ പക അവനിൽ കാണും. അവനപ്പം മറഞ്ഞു നിന്ന് പണിയെന്നാണെങ്കിലോ? അങ്ങനെയും വരാം. എന്തായാലും ശത്രുക്കൾ നിനക്ക് ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക വിഷ്ണു. രക്ഷപ്പെടാനായി നീ കഷ്ടപ്പെടുമ്പോ നിന്നെ നശിപ്പിക്കാനായി ഓരോ ദിവസവും അവർ ഓരോ പദ്ധതികൾ ഇടുന്നു. അതിലൊക്കെ കൃത്യമായി നീ വീണു പോകുന്നുണ്ടല്ലോ. ഈ വീഴ്ച വരാനിരിക്കുന്ന ഉയർത്തെഴുന്നേപ്പിന്റെ മുന്നോടിയാണിക്ക. ചെയ്തതെല്ലാം എണ്ണി എണ്ണി ഓരോരുത്തർക്കുമായി വീതിച്ചു കൊടുക്കുന്ന ഒരു പകരം വീട്ടൽ അതെന്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടുള്ളതാ. വിഷ്ണു, സാത്താന്മാർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അള്ളാഹുവാ. അവരത് ഏത് ദുനിയാവിൽ പോയി ഒളിച്ചാലും പടച്ച തമ്പുരാൻ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ശിക്ഷാവിധികൾ കൊടുക്കുന്നതും അതെന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അവന് വിട്ടുകൊടുത്തേക്ക്. അവനത് ഭംഗിയായി ചെയ്ത് നമുക്ക് മുന്നിൽ കാണിച്ചു തരും. ഇക്ക ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്നതിന് തലയൊന്ന് ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിൽക്കാൻ ഒരു ആഗ്രഹം കാണില്ലേ? എനിക്ക് പക്ഷെ ഇപ്പൊ അതൊരു ആഗ്രഹമല്ല, എന്റെ നിവൃത്തികേടാ. തല ഉയർത്താതെ മാർഗമില്ലെന്നുള്ള നിവൃത്തികേട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ തല നിവർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സം വരുന്ന തലകളെടുക്കാൻ എനിക്കൊട്ടും മടിയില്ല. കൂടെ ഉണ്ടാവും. ഇനി യുദ്ധത്തിനായാലും സമാധാനത്തിനായാലും പണത്തിനായാലും ആയുധബലത്തിനായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. ഇതൊരു മുസൽമാന്റെ വാക്കാ. തല പോയാലും അത് മാറില്ല.